കരിപ്പൂരിൽ വിമാനം വൈകുന്നതിൽ പ്രതിഷേധവുമായി യാത്രക്കാർ. കരിപ്പൂരിൽ നിന്ന് ദുബൈയിലേക്ക് പുറപ്പെടേണ്ട സ്പൈസ് ജെറ്റ് വിമാനമാണ് വൈകുന്നത്. രാത്രി 11:50 പുറപ്പെടേണ്ട വിമാനം ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. സാങ്കേതിക തകരാർ കാരണമാണ് വൈകുന്നതെന്ന് വിമാന കമ്പനി അധികൃതർ വ്യക്തമാക്കി. ഇന്നലെ വൈകുന്നേരം 11:50 പോകേണ്ട ഫ്ലൈറ്റ് ആണ്. ഇതുവരായിട്ടും എന്ത് ചെയ്തിട്ടില്ല, ഇവിടുന്ന് ഫ്ലൈറ്റ് എടുത്തിട്ടില്ല. ഇവിടെ ഒരുപാട് ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ട്. ജോലി നഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. വിസ നഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നലെ തൊട്ടിട്ട് ഈ വിഷു നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളരെ പരിതാപകരം. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു മലപ്പുറത്തുനിന്ന് വിവരങ്ങളുമായി. ഗോകുൽ, ഇതിപ്പോൾ മണിക്കൂറുകളായി, 10-13 മണിക്കൂറുകളോളമായി. അവർ പറഞ്ഞതുപോലെ തന്നെ പല പല ആവശ്യങ്ങൾക്കായി പോകുന്നവരാണ്. എന്തുകൊണ്ടാണ് ഇതിനൊരു പകരം സംവിധാനം ഏർപ്പെടുത്താത്തത്? മിത, ഇന്നലെ രാത്രി 11:50 ഈ സ്പൈസ് ജെറ്റ് വിമാനം പുറപ്പെടുന്നത്. കരിപ്പൂരിൽ നിന്ന് ദുബായിലേക്കായിരുന്നു. 167 യാത്രക്കാരായിരുന്നു അതിന് പോവേണ്ടിയിരുന്നത്. പറഞ്ഞതുപോലെ പലതരത്തിലുള്ള ആവശ്യക്കാർ, ജോലിയുമായി ബന്ധപ്പെട്ട ആവശ്യമൊക്കെയുള്ള ആളുകളുണ്ട്. പക്ഷേ അവർക്ക് ഒരു പകരം സംവിധാനം ഏർപ്പെടുത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഗുരുതരമായിട്ടുള്ള കാര്യം. ഇന്നലെ പുറപ്പെടാതിരുന്ന സമയത്ത് ഇന്ന് രാവിലെ 10:00 പുറപ്പെടും എന്ന് പറഞ്ഞായിരുന്നു യാത്രക്കാരെയൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവർക്ക് താമസ സൗകര്യം ഉൾപ്പെടെയുള്ളവ നൽകിയെന്ന് പറയുന്നു. എല്ലാ യാത്രക്കാരെയും ഒരുമിച്ച് താമസിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് രാവിലെ 10:00 എത്തിയ സമയത്തും ഈ സാങ്കേതിക പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ടയറുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഈ സ്പൈസ് ജെറ്റിന് ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് 1:30 പുറപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് യാത്രക്കാരെ അവിടെ പിടിച്ചു നിർത്താനുള്ള ശ്രമമാണ് പറയുന്നത്. യാത്രക്കാരുടെ ആവശ്യം ഒന്നെങ്കിൽ റീഫണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന് പകരം സംവിധാനം അടിയന്തരമായി ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ ഈ സ്പൈസ് ജെറ്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കകം ഈ പ്രശ്നം പരിഹരിക്കുമെന്നും യാത്രക്കാർക്ക് യാത്ര തുടരാനുള്ള സാഹചര്യം ഒരുക്കുമെന്നുമാണ്. ഈ 2 തവണയും ഇത്തരത്തിൽ ഇന്ന് രാവിലെ 10:00 പുറപ്പെടുമെന്ന് പറയുന്നു, അതുണ്ടായില്ല. പിന്നീട് 1:30 പുറപ്പെടുമെന്ന് പറയുന്നു, അതും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങേയറ്റം പ്രകോപനപരമായിട്ട് യാത്രക്കാർ രാത്രി 11:50 പുറപ്പെടേണ്ട വിമാനം ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. സാങ്കേതിക തകരാർ പറയുന്നുണ്ടെങ്കിലും പകരം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുമില്ല. യാത്രക്കാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയത് അതാണ്. ഗോകുൽ കെ വേണുഗോപാലാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.